ഈ വാക്ക് കേട്ടാൽ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആദ്യം 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്നത് വല്ലാഹി ലാ യുഅ്മിൻ, അള്ളാഹുവാണ് സത്യം, വിശ്വാസിയാവുകയില്ല. ഈ വാക്ക് 3 വട്ടം നബി ആവർത്തിച്ച് ആരെയാണ്? അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞത് ലാ യുഅ്മിൻ, ഒരുത്തൻ വിശ്വാസിയാവുകയില്ല. അപ്പൊ 3 വട്ടം ഇങ്ങനെ പറയാൻ എന്താ കാരണം? സഹാബികൾ നബിയോട് ചോദിച്ചു, നബിയെ ആരാണ് വിശ്വാസിയാവുകയില്ല എന്ന് അള്ളാഹിനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ 3 വട്ടം ആവർത്തിച്ച് പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, ഏതൊരുത്തൻ തൊട്ടടുത്ത അയൽവാസിയിൽ നിന്നുണ്ടാകുന്ന ഷർറുകൾ, ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിർഭയനാകാതിരിക്കുന്നുവോ ആ അയൽവാസി മുസ്ലിം അല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, എന്നിൽ നിന്നുണ്ടാകുന്ന ഷർറിനെ കുറിച്ച് എന്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസിക്ക് നിർഭയത്വം ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ മുസ്ലിം അല്ല എന്നർത്ഥം. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നേരത്തെ പറഞ്ഞ അടുത്തതോ അകന്നതോ ആയ അയൽവാസി നിർഭയനായിരിക്കണം. എന്തിൽ നിന്ന്? അയൽവാസിയായ നമ്മളിൽ നിന്ന്. നമ്മുടെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഈ പറയുന്ന അയൽവാസിക്ക് ഉണ്ടാകരുത്. സ്വസ്ഥമായി അവന്റെ അടുത്ത് ജീവിക്കാം, പേടിക്കേണ്ടതില്ല. അമ്ന്, നിർഭയത്വം അയാളുടെ അടുത്ത് താമസിച്ചാൽ കിട്ടും, അയാളുടെ ഒരു ബുദ്ധിമുട്ടും പേടിക്കേണ്ടതില്ല എന്ന നിർഭയത്വം നമ്മെക്കുറിച്ച് അയൽവാസിക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. ഇവിടെ ലാ യുഅ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെരുമാറാത്ത ഒരുത്തൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫറാവും എന്നർത്ഥത്തില്ല. മറിച്ച് ഈമാനിന്റെ പൂർണ്ണതയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പൊ അത് ഞാൻ കൂടുതൽ പറയാതെ തന്നെ ഈ കാര്യം നമുക്ക് മനസ്സിലാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയോഗം.